അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ അലനല്ലൂർ ഖുർആൻ പഠന ക്ലാസിൻ്റെ ഭാഗമായി ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന ക്ലാസ്സുകളിൽ വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ, അതിൻ്റെ അർത്ഥവും ആശയവും ചർച്ച ചെയ്തുകൊണ്ട് പഠിക്കാൻ നമുക്ക് സാധിച്ചു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, അടുത്ത ഒരു സൂറത്ത് ആരംഭിക്കുന്നതിന് മുമ്പായി നമ്മുടെ സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന QHLS വാർഷിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് സഹായമാവുക എന്ന നിലക്കും ഈ സൂറത്ത് പഠിച്ച എല്ലാവർക്കും ഒന്നുകൂടി ഓർമ്മ പുതുക്കുക എന്ന നിലക്കും കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, 95 ആയത്തുകളിൽ നിന്നായി 100-ലധികം ചോദ്യങ്ങൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ്, ഇനി 96 മുതലുള്ള അവസാനം വരെയുള്ള 135 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് എന്ന് നമുക്കറിയാം. അതുവരെയുള്ള ആയത്തുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തോടു കൂടി നമ്മുടെ പരീക്ഷയ്ക്ക് മുമ്പുള്ള ക്ലാസ്സുകൾ അവസാനിക്കുകയുമാണ്. വെറും 2-3 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. എല്ലാവരും ഈ വോയിസ് ആവർത്തിച്ച് കേട്ടും കൂടുതൽ പഠിച്ചും നമ്മുടെ കൈപ്പുസ്തകവും അമാനി മൗലവി റഹ്മഹുല്ലയുടെ വിവരണവുമൊക്കെ വായിച്ചു നോക്കി അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ പഠിക്കാൻ നന്നായി ഒരുങ്ങണം എന്ന് സാന്ദർഭികമായി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്, ഇനി അവസാന ഭാഗത്തുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേഗത്തിൽ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം കൊടുത്തിട്ടുള്ളത്. 1, സാമിരി ബഹിഷ്കരിക്കപ്പെട്ടു. സാമിരി കാട്ടിൽ മൃഗങ്ങളുടെ കൂടെ അലഞ്ഞു നടന്ന് ജീവിക്കേണ്ടി വന്നു. സാമിരി ഉണ്ടാക്കിയ പശുക്കിടാവിനെ ദീർഘകാലം മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്നു. ഏതാ? അവസാനത്തേതാണ്. കാരണം ആ പശുവിനെ തച്ചുടച്ച് തകർത്ത് കളയാണ് ചെയ്തത്. എന്നാൽ സാമിരി ജനങ്ങൾക്കിടയിൽ ബഹിഷ്കരിക്കപ്പെട്ടു എന്നതും സാമിരി കാട്ടിൽ മൃഗങ്ങളുടെ കൂടെ അലഞ്ഞു നടന്ന് ജീവിക്കേണ്ടി വന്നു എന്നതുമൊക്കെ വിശദീകരണങ്ങളിൽ വന്നിട്ടുള്ള കാര്യമാണ്. മറ്റൊരു ചോദ്യം, സാമിരിയുടെ ഗോത്രം ഏതായിരുന്നു എന്നാണ്. ബനു ഇസ്രായേലിലെ ഡേഷ് ഗോത്രത്തിലായിരുന്നു സാമിരി എന്ന വ്യക്തി ഉണ്ടായിരുന്നത്. ആ പേര് തന്നെ വരാൻ കാരണം അവൻ്റെ ഗോത്രത്തിലേക്ക് ചേർത്തുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ശത്രുവായിരുന്നു അവൻ. കടൽ കടന്ന് ബനു ഇസ്രായേലിയർ രക്ഷപ്പെട്ടതിന് ശേഷമാണ് അവൻ കുഫറിലേക്ക്, ശത്രുതയിലേക്ക് പോകുന്നത്. വിശ്വാസികൾ മാത്രമാണല്ലോ കടൽ കടന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ശരിക്കും ബനു ഇസ്രായേലിലെ വിശ്വാസികളിൽപ്പെട്ട ഒരാളായിരുന്നു സാമിരി. കടൽ കടന്ന് പുറത്തെത്തിയിട്ട് പിന്നെയാണ് അവൻ്റെ കുഫറും ശത്രുതയും പ്രകടിപ്പിക്കുന്നതും ഇങ്ങനെ ഒരു തോന്നൽ അവന് വരുന്നതും പിശാച് ആ ഹറാമ് നന്മയായി തോന്നിപ്പിച്ചതും ഷിർക്കിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന, പശുക്കിടാവിനെ ആരാധിക്കുക എന്ന തിന്മയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന വ്യക്തിയായി അയാൾ മാറുകയും ചെയ്തത്. അവൻ്റെ ഗോത്രം ഏതായിരുന്നു? സാമിറ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ പേര്. അതിലേക്ക് ചേർത്താണ് സാമിരി, സാമിറക്കാരൻ. ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൻ, മനസ്സിലുണ്ടോ? സൗദി എന്ന് പറഞ്ഞാൽ സൗദിക്കാരൻ എന്ന നിലക്കാണ് പേര് വന്നിട്ടുള്ളത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം. അവനോട് പറയപ്പെട്ടത് തൊട്ടുകൂടാ എന്ന വാക്ക് നിന്റെ മേൽ സ്ഥായിയായിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാണ്. തൊട്ടുകൂടാ എന്നതിന് അറബിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ സൂറത്തിൽ വന്നിട്ടുള്ള പ്രയോഗം എന്താണ് എന്നതാണ് മറ്റൊരു ചോദ്യം. എന്താ? ഐവ ലാ മിസാസ് എന്നാണ് അതിൻ്റെ ഉത്തരം. അടിപൊളി. ഇൻഷാ അല്ലാഹ്, അടുത്തതിലേക്ക് പോകാം. സൂറത്തു ത്വാഹയിൽ മൂസാ നബിയുടെ കഥാവിവരണം
അവസാനിക്കുന്നത് എത്രാമത്തെ ആയത്തിലാണ്? നമ്മൾ പറഞ്ഞിരുന്നു ഈ സൂറത്തിൻ്റെ ഒരു ഭൂരിഭാഗം ആയത്തുകൾ എന്താണ്? മൂസാ നബിയുടെയും ബനൂ ഇസ്രായേലിയരുടെയും ചരിത്രമാണ്. ഈ സൂറത്തിൻ്റെ തുടക്കത്തിലെ കുറച്ച് ആയത്തുകളും ഒരു 100-ന് ശേഷമുള്ള ആയത്തുകളും മാറ്റിവെച്ചാൽ അതിനിടയിലുള്ള ഏകദേശം 90ഓളം ആയത്തുകൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം അവസാനിക്കുന്ന ആയത്ത് നമ്പർ എത്രയാണ് എന്നാണ് ചോദ്യം. 98ആണ്. കാരണം 99ാമത്തെ ആയത്ത് തുടങ്ങുന്നതിന് മുമ്പ് പ്രത്യേകം കൊടുക്കുന്നൊരു വാചകമാണ്, ഈ ആയത്തോടുകൂടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം ഈ സൂറത്തിൽ പറയുന്നത് അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് 99ാമത്തെ ആയത്തിൻ്റെ വിശദീകരണം തുടങ്ങുന്നത്. അതുകൊണ്ട് 98ാമത്തെ ആയത്തിലാണ് ഈ സൂറത്തിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കഥാവിവരണം അവസാനിക്കുന്നത്. സൂറത്ത് ത്വാഹയിൽ തൊട്ടടുത്ത 2 ആയത്തുകളിലായി ഒരേ അർത്ഥമുള്ള 2 പദങ്ങൾ വരുന്നുണ്ട്. ഒരേ അർത്ഥമുള്ള 2 പദങ്ങൾ, ഒരു ആയത്തിൽ ഒരു വാക്ക്. അതിൻ്റെ അർത്ഥം തന്നെയാണ് അടുത്ത ആയത്തിൽ വരുന്ന വേറൊരു വാക്കിൻ്റെ അർത്ഥവും. 2 വാക്കും വേറെ വേറെയാണ്, അർത്ഥം ഒന്നാണ്, തൊട്ടടുത്ത ആയത്തുകളുമാണ്. 100, 101 ആയത്തുകളാണവ. ചോദ്യം എങ്ങനെയായേക്കാം? ആ ആയത്തുകൾ ഏതൊക്കെയെന്നാവാം, അല്ലെങ്കിൽ ആ വാക്കുകൾ ഏതൊക്കെയാണ് എന്നാകാം, അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നാകാം. എങ്ങനെ വന്നാലും അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതാൻ കിട്ടണം. 100, 101 ആയത്തുകളിൽ ഒരേ അർത്ഥം വരുന്ന 2 വാക്കുകൾ വരുന്നുണ്ട്. ഒരു വാക്ക് വിസ്ർ എന്നാണ്, രണ്ടാമത്തേത് ഹെംല് എന്നാണ്. അർത്ഥം ഒന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഭാരം, കുറ്റഭാരം, കുറ്റം എന്നൊക്കെയാണ് വിസ്ർ, ഹെംല് എന്ന വാക്കുകളുടെ അർത്ഥം. ആ 2 വാക്കും അറിഞ്ഞിരിക്കണം, അതിൻ്റെ അർത്ഥങ്ങളും അറിഞ്ഞിരിക്കണം, അതിൻ്റെ നമ്പറുകളും അറിഞ്ഞിരിക്കണം. 100, 101 ആയത്തുകളാണ്. അപ്പോൾ ചോദ്യം അതിൽ നിന്ന് എങ്ങനെ വന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് എഴുതാൻ കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നുണ്ട്, കുറ്റവാളികളെ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ മുജ്രിമീങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടും. മഹ്ശർ എന്നാണ് കൂട്ടുന്ന മഹാസഭയ്ക്ക്, അല്ലേ? പരലോകത്ത് ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിന് മഹ്ശർ, ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. ഹഷറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി എന്നൊക്കെയാണ് അർത്ഥം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യൗമ യുൻഫഖു ഫിസ്സൂർ വനഹ്ശറുൽ മുജ്രിമീന. സൂറത്ത് ത്വാഹയിലെ 102ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. യൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും. വനഹ്ശറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖ, അന്ന് കുറ്റവാളികളെ നാം ഒരുമിച്ച് കൂട്ടും. സുർഖ എന്താണ്? സുർഖ എന്ന് പറഞ്ഞാൽ നീലവർണ്ണമുള്ളവരായിക്കൊണ്ട് എന്നാണ്. പ്രധാനമായും അവരുടെ ഏത് അവയവത്തിനാണ് ആ നീലവർണ്ണം ബാധിക്കുക? കണ്ണ്, മൂക്ക്, മുഖം. കണ്ണാണ്. കണ്ണുകൾ നീലവർണ്ണമുള്ളവരായിക്കൊണ്ടായിരിക്കും, ഭയവിഹ്വലരായി ആകെ പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വിശദീകരണങ്ങളിൽ നമുക്ക് കാണാം, സുർഖൻ എന്ന് പറഞ്ഞാൽ അൽ ഉയൂനു മിൻ ഷിദ്ദത്തി മാഹും ഫീഹി മിനൽ അഹ്വാൽ, അവർ അകപ്പെട്ടു പോയിട്ടുള്ള അന്ത്യനാളിലെ ആ ഭീകരതയുടെ കാഠിന്യം കൊണ്ട്, ഭയാനകത കൊണ്ട് അവരുടെ കണ്ണുകൾ നിറം മാറി നീലവർണ്ണത്തിലേക്ക് എത്തും എന്നാണ് ആ ആയത്ത് അർത്ഥമാക്കുന്നത് എന്നാണ്. അടുത്തൊരു ചോദ്യം, കുറ്റവാളികളെ ദാഹാർത്തരായി നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമെന്ന ആശയം വരുന്ന ആയത്ത് ഏത് സൂറത്തിലാണെന്ന? ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇവിടെ സുർഖ നീലവർണ്ണമുള്ളവരായി കൊണ്ടുപോകും എന്നാണ്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിർദാ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ, കുറ്റവാളികളെ ദാഹാർത്തരായിക്കൊണ്ട് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതാണ്, തെളിച്ചു കൊണ്ടുപോകുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതേത് സൂറത്തിലാണ് എന്നാ? ഇതിന് തൊട്ട് മുമ്പുള്ള സൂറത്താണ്, സൂറത്തു മറിയം. മുമ്പ് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചു പോയ സൂറത്താണ് സൂറത്തു മറിയം. അതിലെ 86ാമത്തെ ആയത്തിലാണ് കുറ്റവാളികളെ ദാഹാർത്തരായ നിലയിൽ നരകത്തിലേക്ക് നാം തെളിച്ചു കൊണ്ടുപോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാഹളത്തിൽ ഊതപ്പെടുന്ന കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അതവർക്കൊരു ഭാരമായി തോന്നി. ഫകഅന്ന ദാലിക സഖുല അലാ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അനുചരന്മാർക്ക്
അതിനെക്കുറിച്ചൊക്കെ കൂടി കേട്ടപ്പോൾ വലിയൊരു മനോവിഷമം, പ്രയാസം. ഇങ്ങനെ കാഹളത്തിൽ ഊതാൻ മലക്കുകൾ കാത്തു നിൽക്കുമ്പോൾ എനിക്കെങ്ങനെ സമാധാനം വരുമെന്നൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ട് അവർ ചോദിച്ചു, റസൂലേ, ഇത്തരം വിഷമഘട്ടങ്ങളിൽ, പ്രയാസ സന്ദർഭങ്ങളിൽ ഞങ്ങൾ എന്താ പറയേണ്ടത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി ഒരു വാചകം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽനാ. അപ്പോൾ ചിലപ്പോൾ 3 ഓപ്ഷൻ കൊടുത്തിട്ട് അലല്ലാഹി തവക്കൽനാ എന്നില്ലാത്ത 2 ഓപ്ഷനും ഉള്ള ഒന്നും ആകാം, അല്ലെങ്കിൽ എന്താ പറഞ്ഞത് എന്നാകാം, അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തത് എന്നാകാം. ഈ ഒരു ആശയം മനസ്സിലാക്കി വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും നമുക്ക് കിട്ടും. കാഹളത്തിൽ ഊതപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ള പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബികൾക്ക് വിഷമായി തോന്നിയിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ എന്തു പറയണം? ചില പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, താങ്ങാനാകാത്തൊരു വാർത്ത കേൾക്കുമ്പോഴൊക്കെ അങ്ങനെ പറയാം. കാരണം ഒലിക്ക് താങ്ങാൻ പറ്റാത്ത രൂപത്തിലാണ് അവർ കേട്ടത്. അപ്പോഴാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തത്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ വഅലല്ലാഹി തവക്കൽനാ. അള്ളാഹുവിൽ ഞങ്ങളിതാ ഭരമേൽപ്പിക്കുകയാണ്. കുറ്റവാളികൾ അവിടെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് തങ്ങൾ ഭൂമിയിൽ എത്ര കാലം താമസിച്ചു എന്നത് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അവരങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര ദിവസം താമസിച്ചു എന്നാണ് അവർ പരസ്പരം പറയുക? ഉഷാറാണ്, എല്ലാവരും ഉത്തരം ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട്. 10 ദിവസം താമസിച്ചു എന്നാണ് അവർ പറയുക. എന്നാൽ അവരിൽ അല്പം കാര്യബോധമുള്ള, കുറച്ചും കൂടിയും കാര്യങ്ങളോട് അടുപ്പം കാണിക്കുന്ന ആളുകൾ വേറെ അഭിപ്രായമാണ് പറയുക. അവരെന്താ പറയുക? കുറ്റവാളികളിൽ ഏറ്റവും നല്ല മാർഗമുള്ളവൻ തങ്ങൾ ഭൂമിയിൽ ഡാഷ് ദിവസമാണ് താമസിച്ചത് എന്നായിരിക്കും പറയുക. എന്താ ഉത്തരം? ഒരു ദിവസം താമസിച്ചു എന്നാണ് അവർ പറയുക. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ പർവ്വതങ്ങളെ ആക്കുന്ന കാര്യം പറയുന്നുണ്ട്. വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ. നസ്ഫ് എന്ന് പറഞ്ഞാൽ പൊടിയാക്കുക എന്നാ. പൊടിയാക്കണീനാണ് നസ്ഫ എന്ന് പറയുക. അതിൻ്റെ അടുത്ത ആയത്തിൽ അല്ലാഹ് പറയാ ഫയദറുഹാ ഖാഅൻ സഫ്സഫാ. എന്താ ഖാഅൻ? ഖാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാ എന്ന് പറഞ്ഞാൽ മൈതാനം, നിരന്ന സ്ഥലം, ഓഡിറ്റോറിയം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഖാഅൻ സഫ്സഫ, നിരന്ന പരന്ന സമനിരപ്പായ ഒരു സ്ഥലമാക്കി, ഓഡിറ്റോറിയാക്കിയിട്ട്, ഹാളാക്കി, മൈതാനമാക്കിയിട്ട് അള്ളാഹു ഈ ഭൂമിയെ മാറ്റും എന്നാണ്. അടുത്ത ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ. ഇവജ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഇവജ് ഇവജ് എന്ന് പറഞ്ഞാൽ വളവ്, താഴ്ച. എന്നാൽ അംത എന്ന് പറഞ്ഞാൽ കുന്ന്, കയറ്റം, ഉയർച്ച എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇവജ് ഇറക്കം, അംത്ത് കയറ്റം. അവിടെ ഇറക്കമല്ല, കയറ്റമല്ല. ഖാഅൻ സഫ്സഫിയാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഖശഅത്തിൽ അസ്വാത്ത്. അന്ന് ശബ്ദങ്ങളെല്ലാം കീഴടങ്ങും. ലിർറഹ്മാൻ, പരമകാരുണികന് മുന്നിൽ. ഫലാ തസ്മഉ ഇല്ലാ ഹംസ. ഹംസ അല്ലാതെ പിന്നെ കേൾക്കൂല. കിട്ടുക ഹംസ്. എന്താ ഹംസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? നേരിയ ശബ്ദം, ഞെരുക്കം. ഞെരുക്കല്ല, ഞരക്കം മൂളുക എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു മുഴക്കം, ഒരു മൂളൽ, ഒരു നേരിയ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുകയില്ല എന്നതിന് ഉപയോഗിച്ചിട്ടുള്ള പദമാണ് ഹംസ എന്ന വാക്ക്. അടുത്തത്, താഴെ കൊടുത്തതിൽ അള്ളാഹുവിൻ്റെ ഏത് നാമത്തിനാണ് നിയന്താവ് എന്ന് അർത്ഥം പറയാൻ കഴിയുക? അൽ ഹയ്യു, അൽ ഖയ്യൂമു, അൽ വക്കീലു. നിയന്താവ്, നിയന്ത്രിക്കുന്ന ആള് ഖയ്യൂമാണ്. ഉത്തരം ശരിയാണ്. ഖയ്യൂം എന്നാണ് നിയന്താവ് എന്നതിനുള്ള അള്ളാഹുവിൻ്റെ നാമമായി വന്നിട്ടുള്ളത്. ഹയ്യ എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഖയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്നവൻ. നിയന്താവ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. വക്കീൽ എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിക്കാൻ പറ്റുന്നവൻ. ഇനി അബ, സുജൂദ് ചെയ്യാൻ വേണ്ടി പിശാചിനോട്, ഇബിലീസിനോട് പറഞ്ഞപ്പോൾ അബ. എന്ത് ഈ അബ എന്ന് പറഞ്ഞാൽ? വിസമ്മതിച്ചു എന്നാണ്. വിസമ്മതിച്ചു എന്നതിന് അറബിയിൽ എന്താണ് പറയാന്നാകാം ചിലപ്പോൾ ചോദ്യം. അല്ലെങ്കിൽ അബ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നും ആകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ മറന്നവനെ പോലെ ആകരുത്, എങ്കിൽ അള്ളാഹു നിങ്ങളെയും മറന്നു കളയും.
നമുക്ക് തൗഫീഖൊക്കെ നഷ്ടപ്പെടാൻ കാരണം ദിക്റുള്ള ഇല്ലാതെ ആവുമ്പോഴാണ് എന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അള്ളാഹുവിനെ മറന്നവനെ പോലെ നിങ്ങൾ ആകരുത് എന്നത്. വലാ തകൂനു കല്ലദീന നസുല്ലാ, അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു, എങ്ങനെയാണ് ആയത്ത്? നിങ്ങൾ അള്ളാഹുവിനെ മറന്നവനെ പോലെ ആകരുത്. സൂറത്തുൽ ഹശ്റിലെ 19-ാമത്തെ ആയത്താണ്. അത് ഏത് ആയത്താണെന്നാണ് ഞാൻ ചോദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ ആയത്തൊന്ന് നോക്കുക. ഹശ്റിലെ 19-ാമത്തെ ആയത്തിലാണ് വലാ തകൂനു കല്ലദീന നസുല്ലാ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അത് സൂറത്തുൽ ഹശ്റിലാണ് വന്നിട്ടുള്ളത്. താഴെ നൽകിയതിൽ ശരിയായ പ്രയോഗം ഏത്? 3 പ്രയോഗങ്ങൾ വായിക്കുന്നുണ്ട്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത് അദ്ദേഹത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത് അദ്ദേഹത്തെയാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്നതുകൊണ്ടാണ്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ്. എന്താ ഉത്തരം? 3-ാമത്തേതാണ്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക, അവിടെ അള്ളാഹു അല്ലാത്ത ആദമിന് മുമ്പിൽ, അല്ലേ, അള്ളാഹിൻ്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ ആരാധന എന്ന നിലക്ക്. പക്ഷേ അള്ളാഹു ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അത് അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കാനും ആദമിനെ ആദരിക്കാൻ ഇവർ തയ്യാറുണ്ടോ എന്ന് മനസ്സിലാക്കാനുമാണ് സുജൂദുലി ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞത്. അല്ലാതെ ആരാധിക്കാൻ വേണ്ടിയല്ല, ആദ്യം സൃഷ്ടിച്ചതുകൊണ്ട് എന്നുള്ള അതുകൊണ്ടുമല്ല, മറിച്ച് ആദരവിൻ്റെ സുജൂദാണ് അവിടെ ചെയ്യാൻ പറഞ്ഞത്. പിശാചുമായി ബന്ധപ്പെട്ട് കുറേ പ്രയോഗങ്ങൾ നമ്മുടെ കൈപുസ്തകത്തിലുണ്ട്. അത് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അതിലേതെങ്കിലും ഒന്നെങ്കിലും വരും. ഞാൻ വെറും ചോദ്യമല്ലാതെ അതിങ്ങനെ പറഞ്ഞു പോകുക. ഒന്ന്, പിശാച് ജിന്നിൽപ്പെട്ടവനാണ്, അല്ലേ? ഞാൻ ശരിയായത് മാത്രമാണ് പറയണേ, പക്ഷെ നമ്മൾ ആ പ്രയോഗങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പിശാച് തീജ്വാലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. പിശാച് മനുഷ്യനേക്കാൾ മുമ്പുള്ള സൃഷ്ടിയാണ്. ഇതിനൊക്കെ ഓരോ ആയത്തുകൾ നമ്മുടെ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. പിശാചിന് അനുയായികളും സന്തതികളും ഉണ്ട്. പിശാചും അവൻ്റെ ആളുകളും നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഇങ്ങോട്ട് കാണും. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ വേറെ ആയത്തുകളിൽ വന്നതാ. പിശാച് മനുഷ്യകുലത്തിൻ്റെ മുഖ്യ ശത്രുവാണ്. ഇബ്ലീസ് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയല്ലേ? ഇതൊക്കെ ശരിയാണ്. ഇബ്ലീസും കൂട്ടാളികളും സമുദ്രത്തിൽ യോഗം ചേരും. ചിലത് നമ്മൾ കേൾക്കുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് തോന്നിയിട്ട് തെറ്റാന്ന് വിചാരിക്കേണ്ട. അതൊക്കെ ശരിയായ പ്രയോഗങ്ങളാണ് പറയുന്നത്. ഇബ്ലീസിൻ്റെ സിംഹാസനം എവിടെയാ? വെള്ളത്തിലാണ്. ഉത്തരാട പറഞ്ഞു. സിംഹാസനം വെള്ളത്തിലാണ്. പിശാചിൻ്റെ സിംഹാസനം വെള്ളത്തിലാണ്. അവിടെ മീറ്റിംഗ് കൂടും. ഏറ്റവും നല്ല മാർക്ക് കൊടുക്കുക ആർക്കാ? മീറ്റിംഗ് കൂടുമ്പോൾ ഓരോരുത്തരും റിപ്പോർട്ട് അവതരിപ്പിക്കും. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തെറ്റിച്ചു എന്ന് പറയുന്നവനാണ് ഏറ്റവും നല്ല മാർക്ക് പിശാച് കൊടുക്കുക എന്നൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ ആ കാര്യം നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ എന്ത് ചെയ്യുമ്പോഴാണ് പിശാച് കരയുക എന്നാണ് അടുത്ത ചോദ്യം. സുജൂദ് ചെയ്യുമ്പോഴാണ്. പിശാച് മനുഷ്യൻ സുജൂദ് ചെയ്യുന്നത് കാണുന്നത് അവന് സഹിക്കൂല. അപ്പോഴേക്ക് അവൻ്റെ ആദ്യത്തെ കാര്യം ഓർമ്മ വരുന്ന, കരഞ്ഞുകൊണ്ട് പിന്മാറിയിട്ട് പറയും, എന്നോട് അല്ലാഹു സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിരുന്നു, ഞാൻ അത് ചെയ്തില്ല, എനിക്ക് നരകമാണ്. ആദം സന്തതികളോട് സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചു, അവരതാ സുജൂദ് ചെയ്യുന്നു. അപ്പോൾ നിസ്കാരത്തിലും പ്രത്യേകിച്ച് തിലാവത്തിൻ്റെ സുജൂദൊക്കെ ചെയ്യുമ്പോൾ പിശാചിന് സഹിക്കൂല എന്നാ. അതുകൊണ്ട് അത്തരം സുജൂദുകൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഒഴിവാക്കരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഡാഷിന് കാവൽ നിൽക്കുമ്പോഴാണ് പിശാച് മോഷണത്തിന് ശ്രമിച്ചത്. ആയത്തുൽ കുർസിയുടെ മഹത്വം പറയണത്തൊക്കെ വന്നൊരു ഹദീസാണ്. അവസാനം പിശാച് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, എൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ ആയത്തുൽ കുർസി ഓതിയാ മതി. മനസ്സിലായല്ലേ എന്താ സംഭവം? സക്കാത്തുൽ ഫിത്തറിൻ്റെ സ്വത്തിന് കാവൽ നിൽക്കുമ്പോഴാണ് രാത്രി വന്നിട്ട് പിശാച് കുറച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെ പിശാചിൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പിശാച് ആയത്തുൽ കുർസി ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്തു. ഉണ്ടായ സംഭവമൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് പറഞ്ഞു. എൻ്റെ അടുത്തൊരു ചോദ്യം കൂടിയായിരുന്നു അത്. ചോദ്യം ഇതാണ്: അവൻ ഈ പറഞ്ഞത് സത്യമാണ്, എന്നാൽ അവൻ പെരുങ്കള്ളനാണ് എന്ന് ആരോട് പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നീട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സ്വദഖക, അവൻ നിന്നോട് പറഞ്ഞത് സത്യമാണ്, വഹുവ കദൂബ്, പക്ഷേ അവൻ പെരുങ്കള്ളനാണ്, ആള് നുണയനാണ്, ഈ പറഞ്ഞത് ശരിയാണ്. ആയത്തുൽ കുർസി ഓതുന്നവർക്ക് പിശാചിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പിശാചിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു 10ഓളം കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക, തവക്കുലാക്കുക, ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുക, നിസ്കാരത്തിൽ സുത്ര സ്വീകരിക്കുക, സുജൂദ് അധികരിപ്പിക്കുക, ഇവിടെ കരയാന്നൊക്കെ പറഞ്ഞല്ലോ, സമ്പാദ്യമാർഗം ഹലാലാക്കുക, ദിക്റുകൾ ചൊല്ലുക, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൻ നാസ് എന്നിവ പാരായണം ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉള്ളത് പിശാചിൻ്റെ കെട്ടിക്കൊടുക്കുന്ന രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്. അടുത്തൊരു ചോദ്യം, പിശാച് മനുഷ്യൻ്റെ മൂർധാവിൽ കെട്ടുകളിടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്ര കെട്ടുകളാണ് പിശാച് ഇടുക? 3 കെട്ടുകളാണ് മനുഷ്യൻ്റെ മൂർധാവിൽ, 3 കെട്ടുകളാണ് പിശാച് ഇടുക. പിശാച് മനുഷ്യൻ്റെ മൂർധാവിൽ ഇടുന്ന 3 കെട്ടുകൾ അഴിക്കാനുള്ള മാർഗങ്ങൾ ഏതെല്ലാമാണ്? 2 കൊടുത്തിട്ട് 1 നമ്മളോട് എഴുതാൻ പറയലാകാം. അൽഹംദുലില്ലാ എന്ന് പറയാ, ഉണർന്ന ഉടനെ അള്ളാഹുവിനെ സ്തുതിക്കുക, അപ്പോൾ 1 കെട്ട് കഴിയും. വുളു എടുക്കുക, 2ാമത്തെ കെട്ട് അഴിയും. നിസ്കരിക്കുക, 3ാമത്തെ കെട്ടും അഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. യഅഖിദു ശൈത്വാനു അലാ ഖാഫിയത്തി റഅസി അഹദികും ഇദാ ഹുവ നാമ സലാസ ഉഖദിൻ യൽദിബു കുല്ല ഉഖദത്തിൻ അലൈക ലൈലൻ തവീൽ. 3 കെട്ടിലും അടിച്ചിട്ട് പറയും, നന്നായി ഉറങ്ങിക്കോ. ആ കെട്ടിലാണ് കഴിച്ചിലാകാത്തോ നന്നായി ഉറങ്ങും അല്ലേ? പിശാച് ചെവിയിലൊക്കെ മൂത്രയിച്ചിട്ട് സുബിയൊക്കെ നഷ്ടപ്പെടുന്ന രൂപത്തിൽ അങ്ങോട്ട് നഷ്ടപ്പെടും. ഫർഖുദ്, ഉറങ്ങിക്കോ എന്ന് പറയും. എന്നിട്ട് റസൂലുള്ള പറയാണ്, അവൻ ഉണരുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്താൽ 1 കെട്ട് അഴിയുന്നതാണ്. അവൻ വുളു എടുത്താൽ 2ാമത്തെ കെട്ടും അഴിയുന്നതാണ്. അവൻ നമസ്കരിച്ചാൽ 3ാമത്തെ കെട്ടും അഴിയുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താ? ഫഅസ്ബഹ നശീതൻ ത്വയ്യിബൻ നഫ്സ്. അന്ന് നേരം വെളുക്കുമ്പോൾ ഒരു ഉന്മേഷമായിരിക്കും. അവൻ ദിക്റും ചൊല്ലിയിട്ടുണ്ട്, വുളു എടുത്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. അന്ന് റാഹത്തായിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് അവന് പോകാൻ പറ്റും. വഇല്ലാ, അങ്ങനെയല്ലെങ്കിലോ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, ചീത്ത മനസ്സിൻ്റെ ഉടമയായി, ഒരു മടിയനായി, അലസനായിട്ട്, ഒന്നും ചെയ്തിട്ട് ശരിയാകാത്ത രൂപത്തിലായിരിക്കും അന്നത്തെ അവൻ്റെ ജീവിതം എന്നാ. അപ്പോൾ ദിക്റ് ചൊല്ലുക എന്നുള്ളത്, അള്ളാഹുവിനെ ഓർക്കുക എന്നത് പിശാചിനെ അകറ്റാനുള്ള നല്ലൊരു മാർഗമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ജമാഅത്ത് നമസ്കാരം പിശാചിൽ നിന്ന് രക്ഷ തേടുന്ന കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഹദീസ് ഏത് സ്വഹാബിയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അതൊക്കെ വായിക്കുക, പഠിക്കുക, അല്ലെങ്കിൽ ഇത് കേൾക്കുകയൊക്കെ ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളെങ്കിലും പ്രതീക്ഷിക്കണം. മോഡൽ പരീക്ഷ ഇപ്പോൾ നടന്നിരുന്നല്ലോ, അതിൽ അങ്ങനത്തെ സ്വഹാബി ആരാണ്, റിപ്പോർട്ട് ചെയ്ത മുഹദ്ദിസ്, ഹദീസ് പണ്ഡിതൻ ആരാണ് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ, അങ്ങനത്തെ പേരുകൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അതൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. എല്ലാ ഹദീസിൻ്റെയും സ്വഹാബികളുടെ പേര് അമാനി മൗലവിയോ അല്ലെങ്കിൽ പുസ്തകത്തിലോ ഒന്നും വരുന്നില്ല. എന്നാൽ വന്നിട്ടുള്ളതിൻ്റെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുമ്പോൾ പിശാച് മാറിപ്പോകും എന്ന് പറയുന്ന ഹദീസ് അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ആരാണ്? അബൂദർദാ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇനി അത് പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ വേറെ വായിച്ചിട്ടില്ലെങ്കിലും ഈ ക്ലാസ്സിൽ പറഞ്ഞത് ഇങ്ങനെ മനസ്സിലേക്ക് വരണം. അത് അബൂദർദാ ആണ് എന്ന് വരണം. ജമാഅത്ത് നിസ്കാരം പിശാചിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന്. അതുപോലെ തന്നെ ഇനി ചില വാക്കുകളാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 118-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ. അല്ലാഹ് പറയാണ്, ആ സ്വർഗത്തൊക്കെ പോയാണ്ടല്ലോ അവിടെ വിശക്കൂല, വലാ തഅറാ, ജൂഅ് വിശപ്പ് ഉണ്ടാകൂല, വലാ തഅറാ. എന്താ വലാ തഅറാ? ക്ഷീണല്ല, നഗ്നത കാണുകയില്ല എന്നാണ്. വലാ തഅറ, തഅറ എന്ന് പറഞ്ഞാൽ നഗ്നത കണ്ടു, ഔറത്ത് ആണ് തഅറ, ഔറത്ത് കാണുക, അതിനാണ് തഅറ എന്ന് പറയുക. നഗ്നത പ്രകടിപ്പിച്ചു, പ്രദർശിപ്പിച്ചു, അല്ലെങ്കിൽ നഗ്നത വെളിവായി എന്നൊക്കെയാണ് തഅറ എന്ന വാക്കിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ
തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു അന്നക ലാ തൽമഉ ഫീഹാ വലാ തൽഹ, അവിടെ ലമ ഉണ്ടാകൂല. എന്താ ലമ? ആ ദാഹം. നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എന്താ പറയണേ? ദഹബൽ ലമഉ, ദാഹം പോയി. ലമ എന്നാണ് ദാഹം എന്നതിന് പറയാ. ദാഹം എന്ന ഇതിൻ്റെ അറബി വാക്ക് ലമ ആണ്. ലമ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ദാഹം എന്നാണ് എന്ന് തിരിച്ചും മറിച്ചും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ സൗആത്ത് എന്നാണ് ഇതിൽ വന്നിട്ടുള്ള പ്രയോഗം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ തൊട്ടടുത്ത ആയത്തുകളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു ആദം നബിയോടും ഹവ്വാ ബീവിയോടും ഒരു പ്രത്യേക മരത്തിലെ പഴം തിന്നരുത് എന്ന് വിലക്കിയിരുന്നു. ഷജറത്തിൽ ഖുൽദ്, അല്ലേ? അത് എന്നും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കാരണാകണ മരാണ് എന്ന് പറഞ്ഞ് പിശാജ് പ്രേരിപ്പിച്ചു. അതിൽ അകപ്പെട്ടു പോയി. ഫഅകല മിൻഹ, അങ്ങനെ തിന്നുപോയി. ഫബദത്ത്, അപ്പോൾ വെളിവായി. ലഹുമ, അവരുടെ രണ്ടുപേരുടെയും. സൗആത്തുഹുമാ, ഔറത്ത് എന്നതിൻ്റെ മറ്റൊരു പദമാണ് സൗഅത്ത്. സൗആത്തുഹുമാ, അവരുടെ നഗ്നത വെളിവായി. അപ്പം ഇങ്ങനെയൊക്കെ ആകാ ചോദ്യം. ഔറത്ത് എന്നതിനുള്ള മറ്റൊരു പദമായി സൂറത്തു ത്വാഹയിൽ വന്നത് എന്താണ്? സൗആത്ത്. അല്ലെങ്കിൽ സൗആത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ നഗ്നത എന്നതിന് എന്താണ് അറബിയിൽ പറയുക? അപ്പോൾ ഔറത്ത് എന്ന് എഴുതിയാലും ശരിയാകും. പക്ഷേ ഔറത്ത് ഓപ്ഷനിൽ ഇല്ലെങ്കിലോ? സൗആത്ത് അറിഞ്ഞിരിക്കണ്ടേ? അതുകൊണ്ട് സൗആത്ത് എന്ന വാക്കിൻ്റെ അർത്ഥവും നഗ്നത എന്നതിന് ഈ സൂറത്തിൽ വന്ന അറബി വാക്കും നമ്മൾ അറിഞ്ഞിരിക്കുക. ഔറത്ത് എന്നതിൻ്റെ ഒരു പര്യായ പദമാണ് സൗആത്ത്. അടുത്തൊരു ചോദ്യം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വാ ബീവിയും തെറ്റ് ബോധ്യപ്പെട്ട് മടങ്ങിയപ്പോൾ അള്ളാഹു 3 കാര്യങ്ങൾ അവർക്ക് നൽകി. ഒരു ആയത്തിലാണ് അള്ളാഹു പറയണത്. ഒരു ആയത്തിൽ അള്ളാഹ് പറയാ, തൗബ ചെയ്താണ് മടങ്ങിയപ്പോൾ 3 കാര്യം അള്ളാഹ് കൊടുത്തു. 3 സമ്മാനങ്ങൾ, 3 സൗഭാഗ്യങ്ങൾ അള്ളാഹു അവർക്ക് കൊടുത്തു. ഏതാണ് അവ എന്നാകാം. ഏത് ആയത്തിലാണത് പറയുന്നത് എന്നാകാം. 3 കാര്യങ്ങൾ കൊടുത്തു. ഖുർആനിലെ 122-ാമത്തെ ആയത്താ. സൂറത്ത് ത്വാഹയിലെ 122-ാമത്തെ ആയത്താ. സുമ്മജ്തബാഹു റബ്ബുഹു ഫതാബ അലൈഹി വഹദാ. നമ്പർ ഇട്ട് നമ്മുടെ കൈപുസ്തകത്തിൽ അത് 3, 1, 2, 3 എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 1, അള്ളാഹു അവരെ തെരഞ്ഞെടുത്തു. സുമ്മജ്തബാഹു റബ്ബുഹു, അള്ളാഹു അവരെ തെരഞ്ഞെടുത്തു. ഫതാബ അലൈഹി, അവരുടെ തൗബ സ്വീകരിച്ചു. വഹദാ, അവർക്ക് സന്മാർഗം നൽകി. ക്രമനമ്പർ ഇട്ട് കൊടുക്കണ ഒരു കാര്യമായതുകൊണ്ട് ചോദ്യമായിട്ട് വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഭാഗം നോക്കുക. ഇനി അള്ളാഹുവിൻ്റെ സന്മാർഗം പിൻപറ്റുന്നവർക്ക് 4 നേട്ടങ്ങൾ അള്ളാഹു കൊടുക്കുന്നതാണ്. അതും നമ്പർ ഇട്ട് കൊടുക്കണ അടുത്തൊരു പേജിൽ വന്നിട്ടുള്ള, അഥവാ 122-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ 3 കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. സന്മാർഗം പിൻപറ്റുന്നവർക്ക് ലഭിക്കുന്ന 4 നേട്ടങ്ങൾ. 1, വഴിപിഴവ് സംഭവിക്കൂല. 2, ദൗർഭാഗ്യം ഉണ്ടാവുകയില്ല. 3, ഭയപ്പെടേണ്ടി വരില്ല. 4, ദുഃഖിക്കേണ്ടി വരില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നാണ് ഒരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞത്. ലാ യളില്ലു വലാ യഷ്ക എന്നാണ് വേറെ സ്ഥലത്ത് പറഞ്ഞത്. അപ്പോൾ 4 എണ്ണമായി. ലാ യളില്ലു വലാ യഷ്ക, അതുപോലെ തന്നെ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ സന്മാർഗം അള്ളാഹുവിൻ്റെ ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിയ ഹുദായി, എൻ്റെ മാർഗം പിൻപറ്റുന്നവർക്ക് കിട്ടുന്ന നേട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് പഠിപ്പിച്ചതാണ്. ഇനി ഫലാ യളില്ലു വലാ യഷ്ക, വളരെ ഒരു നല്ല ഒരു ശതമാനം സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുക എന്നതുകൊണ്ട് അതും കൂടി ശ്രദ്ധിച്ച് പഠിച്ചവന് മാർക്ക് കിട്ടണ്ടേ. അതിനുവേണ്ടി അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ വരും. എന്താ വെച്ചാൽ 123-ാമത്തെ ആയത്തിൽ സൂറത്തു ത്വാഹയിലെ 123-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്കാ, എൻ്റെ മാർഗം പിൻപറ്റുന്ന ആളുകളില്ലേ, അവർ വഴിപിഴക്കുകയില്ല, അവൻ വിഷമിക്കുകയുമില്ല. ലാ യളില്ലു വലാ യഷ്ക, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹലോകത്ത് വഴിപിഴക്കൂല, പരലോകത്ത് വിഷമിക്കേണ്ടിയും വരൂല എന്നാ. ലാ യളില്ലു
ഫലായലില്ലു വലായഷ്ക, ഫലായലില്ലു അവർ പിഴച്ചു പോകൂല എന്നുള്ളത് എവിടെയാണ്? ഇഹലോകത്ത്. വലായഷ്ക അവർക്ക് വിഷമിക്കേണ്ടി വരൂല എന്ന് പറഞ്ഞത് പരലോകത്ത്. കാരണം ചിലപ്പോൾ വഴി നല്ല മാർഗത്തിൽ പോകുന്ന ആൾക്ക് ഇഹലോകത്തുനിന്ന് വിഷമമൊക്കെ ഉണ്ടാകും. ഓല് ഇവിടുന്ന് പിഴച്ചു പോകൂല, പരലോകത്തുനിന്ന് വിഷമിക്കേണ്ടി വരില്ല. ഈ വിശദീകരണം ഏത് സ്വഹാബി നൽകിയതാണ് എന്നാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹലോകത്ത് പഴച്ചു പോകൂല, പരലോകത്ത് വിഷമിക്കേണ്ടിയും വരൂല എന്ന വിശദീകരണം നൽകിയത് പറഞ്ഞോളി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ചാകാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞത് എന്ത്? എന്നിട്ട് ഓപ്ഷൻ ഉണ്ടാകും. ഇഹലോകത്ത് വിഷമിക്കൂല, പരലോകത്ത് പഴക്കൂല. ഇഹലോകത്ത് വിഷമിക്കൂല, പരലോകത്തും വിഷമിക്കൂല. ഇഹലോകത്ത് വഴി തെറ്റൂല, പരലോകത്ത് വിഷമിക്കൂല. ഏതാ? ഇഹലോകത്ത് പഴക്കൂല, പരലോകത്ത് വിഷമിക്കൂല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാൻ മറന്നു പോകുന്ന ആളുകൾക്ക് വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ. ചിലപ്പോൾ മഈശത്ത് എന്ന വാക്കിൻ്റെ അർത്ഥമായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ലങ്ക് എന്താ? ഇടുങ്ങിയ, കുടുസായ. അല്ലെങ്കിൽ മഈശത്തുൽ ലങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുസായ ജീവിതം, ഇടുങ്ങിയ ജീവിതം. ആ പദങ്ങൾ അറിഞ്ഞിരിക്കണം. മഈശത്ത് ലങ്ക്, മഈശത്തുൽ ലങ്ക്. അന്തൻ എന്നതിനെന്താ അറബി പറയാ? അന്തൻ പറഞ്ഞോളേ, ആയത്തിൽ തന്നെയല്ലേ? വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. അഅ്മാ അന്തൻ, കണ്ണു കാണാത്തവൻ, കാഴ്ചയില്ലാത്തവനായി പരലോകത്ത് നാം അവനെ ഹാജരാക്കുന്നതാണ്. അഅ്മാ എന്നാണ് അന്തൻ എന്നതിന് പറയാം. അവിടെ വേറൊരു ചോദ്യം ഇവൻ ചോദിക്കുന്ന, ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മ, എന്തിനാണ് എന്നെ അന്ധനായി കാണാത്തവനായി കൊണ്ടുവന്നത്? അവന് അന്ന് ഒരു സാധനം മാത്രമേ കാണുള്ളൂ, വേറൊന്നും കാണൂല. അള്ളാഹിനെ ഓർക്കാതെ, റബ്ബിനെ മറന്ന്, അവൻ്റെ ഉത്ബോധനത്തെ തൊട്ട്, ഖുർആനെ തൊട്ട്, ദീനിൻ്റെ നിയമങ്ങളെ തൊട്ട് മാറിപ്പോയ മനുഷ്യർ പരലോകത്ത് വരുമ്പോൾ കാഴ്ചയില്ലാത്തവനായിരിക്കും. അവന് ഒരു സംഗതി മാത്രമേ കാണുള്ളൂ, ബാക്കി ഒന്നും കാണൂല. എന്താ? നരകാണ്. നരകം മാത്രമേ അവന് കാണുള്ളൂ. ചോദ്യം ചിലപ്പോൾ ഇങ്ങനെയാകും, നരകം അല്ലാത്ത ഒന്നും അവന് കാണാനാവില്ല എന്ന വിശദീകരണം നൽകിയ പണ്ഡിതനാര് അല്ലെങ്കിൽ മുഫസ്സിറാര്? ഇക്രിമ റഹ്മഹുള്ളയാണ്. ആരാണ്? ഇക്രിമ റഹ്മഹുള്ള പറഞ്ഞ വിശദീകരണമാണ് അന്ത്യനാളിൽ അന്ധനായി കൊണ്ടുവരും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനൊന്നും കാണൂല, ഇല്ലന്നാർ, നരകമല്ലാതെ. നരകമല്ലാതെ ഒന്നും കാണാത്തവനായിട്ടാണ് ഓൻ പരലോകത്ത് വരിക. അള്ളാഹു അത്തരം ദുരന്തത്തിൽ നിന്ന് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അത് ആര് പറഞ്ഞതാണ്? ഇക്രിമ റഹ്മഹുള്ള പറഞ്ഞതാണ്. മറന്നു എന്നതിനുള്ള അറബി വാക്കെന്താ? നസിയ. കാരണം തൊട്ടടുത്ത ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്ത്? ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. നസീത, നീ മറന്നു, അതുകൊണ്ട് നിന്നെയും മറക്കാണ് എന്ന് കൂട്ടിക്കോ എന്നാണ്. ആരെങ്കിലും ഇഹലോകത്ത് അന്ധനായാൽ അവൻ പരലോകത്തും അന്ധനായിരിക്കും. ഏതന്ധനാണ് അവിടെ ഉദ്ദേശിക്കണേ? ഇവിടെ ഇപ്പോൾ കാഴ്ചയില്ലാത്ത കുറേ മനുഷ്യന്മാരില്ലേ, ഓല് പരലോകത്ത് കാഴ്ചയില്ലാത്തവനായി വരുന്നാണോ? അല്ല. ഇഹലോകത്ത് അള്ളാൻ്റെ പ്രമാണങ്ങളോട്, ഖുർആനിനോട്, ഹദീസിനോട്, ദീനിൻ്റെ ചിട്ടയോട്, നിയമങ്ങളോട് അന്ധത കാണിച്ചോൻ പരലോകത്ത് അന്ധനായിട്ട് വരും എന്ന് ഖുർആനിലൊരു ആയത്തുണ്ട്. അത് ഏതാണ് ആയത്ത് എന്നാണ് ചോദ്യം. സൂറത്തുൽ ഇസ്രായിലെ 72-ാമത്തെ ആയത്താണ്. ഇതിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 72-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാണ്, വമൻ കാന ഫീ ഹാദിഹി അഅ്മാ ഫഹുവ ഫിൽ ആഖിറതി അഅ്മാ. വമൻ കാന ഫീ ഹാദിഹി അഅ്മാ, വല്ലവനും ഈ ലോകത്ത് അന്ധനായിരുന്നാൽ ഫഹുവ ഫിൽ ആഖിറതി അഅ്മാ, അവൻ പരലോകത്തും അന്ധനായിരിക്കും. വഅളല്ലു സബീല, ഏറ്റവും പിഴച്ചവനുമായിരിക്കും. സൂറത്തുൽ ഇസ്രായിലെ 17-ലെ 72-ാമത്തെ ആയത്താണ്. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, കാരണം നമ്മൾ അങ്ങനെയും ക്ലാസ് എടുത്തപ്പോൾ വിശദീകരിച്ച് പോയ ഒരു കാര്യമാണ്. പേരിടാനൊക്കെ പറ്റിയ നല്ലൊരു പേരാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനത്തെ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഉത്തരം പറയണം. നുഹ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം?
ആ അതാ ഉത്തരം അവിടെ പറഞ്ഞു, ശരിയാണ്. ബുദ്ധി എന്നാണ് അർത്ഥം. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് അന്ത്യനാളിൽ അന്ധനായി വരും, അല്ലെങ്കിൽ പിന്നെ ഓന് ഇടുങ്ങിയ ജീവിതം കൊടുക്കും, കുടുസായ പ്രയാസപ്പെട്ട അവസ്ഥയായിരിക്കും, എന്തിനങ്ങനെ ആയതെന്നൊക്കെ ചോദിക്കും. അപ്പം അള്ള പറയടാ ജിന്നെ മറന്നില്ലേ, ഞാൻ നിന്നി മറന്നു എന്ന് കൂട്ടിക്കോ എന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് അള്ള പറയാണ്, ഇന്ന ഫീ ദാലിക ലആയാത്ത്, തീർച്ചയായും ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്, ലി ഉലിന്നുഹാ, ബുദ്ധിയുള്ളവർക്ക്. നുഹാറിനെന്താ? അഖില്, ബുദ്ധി. അഖില്, ബുദ്ധി എന്നതിന് സൂറത്തു താഹയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കേത്? ബുദ്ധി എന്നതിന് അഖില് എന്നല്ലാതെ, അല്ലെങ്കിൽ അഖില് എന്ന് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അഖിലിൻ്റെ പര്യായമായ ബുദ്ധി എന്നർത്ഥമുള്ള മറ്റൊരു വാക്ക് സൂറത്തു താഹയിൽ വന്നത് ഏത്? ഏതാ? നുഹ എന്നാണ്. കെട്ടുഹ കേട്ടോ, നുഹ എന്നാണ് പറയാം. ഇനി ചില പ്രവാചകന്മാരുടെ ജനതയെ നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് ചോദ്യം വരാം. ഏതെങ്കിലും ഒന്നെങ്കിലും വരും ഇൻഷാ അല്ലാഹ്. കാരണം 5-6 പ്രവാചകന്മാരുടെ ജനതയെ നശിപ്പിച്ച രൂപം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്ത് ത്വാഹയിലെ 128-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അമാനി മൗലവി റഹ്മത്തുള്ളയും എടുത്തു കൊടുക്കുന്നുണ്ട് ചിലതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ കൈപ്പുസ്തകത്തിലും വന്നിട്ടുള്ളത്. ഞാൻ അങ്ങനെ പറഞ്ഞു പോകാം. നൂഹ് നബിയുടെ ജനതയെ എങ്ങനെയാണ് അള്ളാഹു നശിപ്പിച്ചത്? വെള്ളപ്പൊക്കം. ലൂത്ത് നബിയുടെ ജനതയെ എങ്ങനെയാണ് അള്ളാഹു നശിപ്പിച്ചത്? 2-3 രൂപത്തിലാണ്. രാജ്യത്തെ കീഴ്മേൽ നാടിനെ കീഴ്മേൽ മറിച്ചു. അതുപോലെ തന്നെ ഹിജാറത്തം മിൻ സിജീൽ, ചുട്ടുപഴുത്ത കല്ലുകളെ കൊണ്ട് എറിഞ്ഞുകൊണ്ടൊക്കെയാണ് അവരെ നശിപ്പിച്ചത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു ഫഹദത്തുഹുമുസ് സൈഹ, ഘോര ശബ്ദം അവരെ പിടികൂടി എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഹൂദിൽ 2 കാര്യം പറയുന്നുണ്ട്, സൂറത്തു ഹിജ്റിൽ ഒന്നും കൂടി കൂട്ടി പറയുന്നുണ്ട്. അപ്പോൾ 3 രൂപത്തിലാണ് ലൂത്ത് നബിയുടെ ജനത നശിപ്പിക്കപ്പെട്ടത്. എന്തേന്നോലെ പ്രശ്നം? സ്വവർഗരതി, പ്രകൃതി വിരുദ്ധ ലൈംഗികത. ഒരിക്കലും അള്ളാഹ് പിന്നെ വ്യഭിചാരത്തെക്കാളും മോശം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തിന്മ. അതുകൊണ്ട് 3 രൂപത്തിലാണ് അള്ളാഹു അവരെ നശിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക. ഹൂദ് നബിയുടെ ജനതയെ, ഒരു ജനത ഏതാ? അതും അറിയണം. ആദ് സമൂഹം. ആരാണ്? ആദ് സമൂഹം. ആദ് സമൂഹത്തെ അള്ളാഹു എങ്ങനെയാണ് നശിപ്പിച്ചത്? എങ്ങനെയാണ്? ഉഗ്രമായൊരു കാറ്റടിക്കുകയാണ് ചെയ്തത്. ശക്തമായ കാറ്റ്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. റീഹൻ സർസറ എന്ന് പറഞ്ഞത് അതിശക്തമായ ഉഗ്രമായൊരു കാറ്റിലൂടെ നശിപ്പിച്ചു. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, ഉഗ്രമായ കാറ്റിലൂടെ നശിപ്പിച്ചത് ഏത് ജനതയെയാണ്? ഏത് പ്രവാചകന്റെ ജനതയെയാണ്? അങ്ങനെയൊക്കെ ആകാം ചോദ്യം. മനസ്സിലാണ്ടോ? അപ്പോൾ ഹൂദ് നബിയുടെ ആദ് സമൂഹത്തെ ഉഗ്രമായ കൊടുങ്കാറ്റിലൂടെയാണ് അള്ളാഹു നശിപ്പിച്ചത്. അവർ ഈത്തപ്പന തടികൾ കടപുഴകി വീണ പോലെ വീണു എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖമറിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ശുഐബ് നബിയുടെ ജനതയെ അള്ളാഹു എങ്ങനെയാണ് നശിപ്പിച്ചത്? എങ്ങനെയാ? ശുഐബ് നബിയുടെ ജനത ആരാ? ഏത് ടീമാ? മദിയൻകാരാണ്. അവർ അസ്ഹാബുൽ ഐക്ക, മരക്കാവുകാർ എന്നാണ് അറിയപ്പെട്ടത്. അഥവാ കുറേ മരക്കൂട്ടങ്ങൾ അവർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ അസ്ഹാബുൽ ഐക്ക എന്ന പേരിലൊക്കെ അവരറിയപ്പെട്ടിട്ടുണ്ട്. ശുഐബ് നബിയുടെ ജനത, അവരെ അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെയാണ്? അർ-റജ്ഫ, ഭൂകമ്പാണ്. എങ്ങനെയാണ്? ഭൂകമ്പം. അപ്പോൾ വെള്ളപ്പൊക്കത്തിലൂടെ നശിപ്പിക്കപ്പെട്ടവരുണ്ട്. കല്ല്, ചുട്ടുപൊള്ളുന്ന കല്ല് മഴയായി പെയ്തും ഭൂമി കീഴ്മേൽ മറിച്ചും ഘോരശബ്ദം കൊണ്ടും പിടികൂടിയവരുണ്ട്. റീഹൻ സർസറ, കൊടുങ്കാറ്റ്. ഏത് സമൂഹ? പറഞ്ഞോളിൻ. ആദ് സമൂഹത്തെ. ഏത് നബിൻ്റെ? ഹൂദ് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ച രൂപം അള്ളാഹ് പറഞ്ഞു. ശുഐബ് നബിയുടെ ജനതയെ, അവരിൽ പിന്നെ വിഗ്രഹാരാധനയ്ക്ക് പുറമേ ഉണ്ടായിരുന്ന വലിയൊരു തിന്മയായിരുന്നു അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ളത്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച ആ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടികൂടിയതിനെക്കുറിച്ച് സൂറത്തുൽ അങ്കബൂത്തിൽ പഠിപ്പിക്കുകയാണ്. ഫകദ്ദബൂഹു ഫഅഖദത്തുഹുമുർ റജ്ഫത്തു ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. അതിനാൽ ഭൂകമ്പം അവരെ പിടികൂടി, അങ്ങനെ അവർ തങ്ങളുടെ വീടുകളിൽ വീണടിഞ്ഞവരായി തീർന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറയാണ്, വലമ്മാ ജാഅ അംറുനാ നജ്ജൈനാ ശുഐബ വല്ലദീന ആമനൂ മഅഹ്
ബിറഹ്മത്തിൻ മിന്നാ, നമ്മുടെ കാരുണ്യം കൊണ്ട് നമ്മുടെ കൽപ്പന വന്നപ്പോൾ ഷുഐബ് നബിയെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. വഅഖദത്തില്ലദീന ളലമുസ്സൈഹാ, ഘോര ശബ്ദം അക്രമികളെ പിടികൂടി. ഫഅസ്ബഹൂ ഫീ ദാരിഹിം ജാസിമീൻ, അവരുടെ പാർപ്പിടങ്ങളിൽ കമിഴ്ന്ന് കിടക്കുന്നവരായി വീണു. ഏതാ സമൂഹം? മദിയനുകാർ, ഷുഐബ് നബിയുടെ മദിയൻ സമൂഹം അങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത്. സ്വാലിഹ് നബിയുടെ സമൂഹത്തെ എന്താ പറയുക? ഹൂദ് നബിയുടെ ആദ് സമൂഹം പോലെ സ്വാലിഹ് നബിയുടെ പറഞ്ഞോളി തന്നെ സമൂദ് വിഭാഗം, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് ഘോരശബ്ദമാണ്. അപ്പോൾ ഘോരശബ്ദം കൊണ്ട് പിടികൂടിയവരല്ലാത്തത് ഏതെന്നുണ്ട് വരും. ചിലപ്പോൾ 2 എണ്ണം കൊടുത്തിട്ട് ഒന്ന് അല്ലാത്ത ഒന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഭാഗം നമ്മുടെ കൈപുസ്തകത്തിലെ 250 പേജാണ്. 248, 49, 50 പേജുകളൊന്ന് വായിച്ച് നോക്കിയിട്ട് ഓരോ വിഭാഗത്തെയും നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹ് പറയാണ്, സ്വാലിഹ് നബിക്ക് കിട്ടിയ ദൃഷ്ടാന്തം എന്തായിരുന്നു? ഒക്കെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാ. ഒട്ടകം പാറ തുരന്നിട്ട് ഒട്ടകം അങ്ങോട്ട് കടന്നു വരികയാണ്. പക്ഷേ അവരതിനെ ഫഅഖറൂഹാ, അല്ലേ, അവരതിനെ അറുത്ത് കളയാണ് ചെയ്തത്. ഇന്നാ അർസൽനാ അലൈഹിം സ്വൈഹതൻ വാഹിദ ഫകാനൂ കഹശീമിൻ മുഹ്തളിർ. അല്ലാഹ് പറയാണ്, അവരുടെ നേരെ ഒരു ഘോര ശബ്ദം നാം അയച്ചു. അവരാകെ ചുള്ളിത്തുരുമ്പുകളായി, ആർക്കും വേണ്ടാത്ത ചപ്പുചവറുകളായി അവർ മാറിയെന്ന് അള്ളാഹു പഠിപ്പിക്കുക. പിന്നെ മൂസാ നബിയുടെ ജനതയെ നശിപ്പിച്ചത്, മൂസാ നബിയിൽ വിശ്വസിക്കാത്തവരെ നശിപ്പിച്ചത് നമുക്കറിയാം. ഫിറഔൻ അടക്കമുള്ള ആളുകൾ ചെങ്കടലിൽ മുക്കി കൊല്ലപ്പെടുകയാണ് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വേറെ 2-3 പേജുകളിലായിട്ട് ആ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. അടുത്തൊരു ചോദ്യം നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 3-4 ചോദ്യങ്ങൾ കൂടി പറഞ്ഞാൽ ഈ സൂറത്ത് അവസാനിക്കും. വലൗലാ കലിമത്തുൻ സബഖത മിർ റബ്ബിക ലകാന ലിസാമ വ അജലും മുസമ്മ. ഒരു നിശ്ചിത അവധിയും നിന്റെ റബ്ബിൻ്റെ തീരുമാനം മുൻകടക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഓൽക്ക് ഇപ്പം തന്നെ ശിക്ഷ വരുമായിരുന്നു. ശിക്ഷ പിന്നെ വധീന അള്ളാൻ്റെ തീരുമാനം. ഒരു നിശ്ചിത അവധി വരണം എന്നാണ് അള്ളാൻ്റെ തീരുമാനം. അവിടെ അജലും മുസമ്മ, നിശ്ചിത അവധി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിശ്ചിത അവധി എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് യൗമുൽ ഖിയാമയാണ്, അന്ത്യനാൾ, ലോകാവസാനം. പിന്നീട് കുറച്ച് നമ്മൾ വായിച്ചു നോക്കിയാൽ മാത്രം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഖലാഉ വൽ ഖദറാണ്. ഖലാവും ഖദറും, അള്ളാഹുവിൻ്റെ വിധി തീരുമാനം, അവയിലുള്ള വിശ്വാസം പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ വിധിവിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഹെഡിങ് ആയിട്ട് അവരെ കൊടുക്കുന്നുണ്ട്. അതിൽ വരുന്ന 3-4 തട്ടുകളുണ്ട്. 1 ഇൽമാണ്, 2 കിതാബത്താണ്, അള്ള എല്ലാം അറിയുന്നുണ്ട്. 2 അള്ള എല്ലാം കിതാബത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. 3 അള്ള ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുള്ളൂ, ഇറാദത്ത്. 4 പിന്നെ ഖൽക്ക്, അള്ളാഹു അത് സൃഷ്ടിച്ചിട്ടുമുണ്ട്. അള്ളാഹ് ഉദ്ദേശിച്ചത് അള്ളാഹ് സൃഷ്ടിച്ച് അള്ളാഹ് എഴുതി വെച്ച് അള്ളാഹിൻ്റെ അറിവിൽപ്പെട്ടത് ഇവിടെ നടക്കും. 4 കാര്യമാണ്. ഇൽമ് അല്ല, ഇറാദത്തിന് മുമ്പുണ്ട് ഇൽമ്, കിതാബത്ത്, ഇറാദത്ത്, ഖൽക്ക് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഈ താഴെ കൊടുത്തതിൽ വിധിയിൽ പെടാത്തത് ഏതെന്നോ അല്ലെങ്കിൽ ഏതോ ഒന്ന് വിട്ടിട്ടുണ്ട് അതേതാണെന്നോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇറാദത്ത് തന്നെ 2 ഇനമുണ്ട്. അപ്പോൾ എത്ര ഇനമുണ്ട് എന്നാകാം? ഇറാദ കൗനിയ, ഇറാദ ശർഇയ്യ. മതപരമായി അള്ള ഉദ്ദേശിക്കുന്ന കാര്യം, പക്ഷെ അതെല്ലാവരും ഒന്നും നടപ്പിലാക്കിക്കൊള്ളണമെന്നില്ല. പ്രാപഞ്ചികമായി അള്ളാഹു നടപ്പിലാക്കുന്ന കാര്യം അതെല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. എല്ലാവരും നിസ്കരിക്കണവരാകണം എന്നാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, പക്ഷേ അതിവിടെ നടപ്പിലാകൂല. മനസ്സിലാവുണ്ടോ പറയണേ? അള്ളാഹു മഴ കൊടുക്കുമ്പോൾ എല്ലാവർക്കും അത് പെയ്യും, പക്ഷെ അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമാകൂല. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അള്ളാഹ് ഇപ്പോൾ ഇവിടേക്ക് മഴ പെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇത്രയും ചൂടിൽ പ്രയാസപ്പെടുന്ന സമയമാണെങ്കിലും ഇത്രയും ദിവസം പെയ്യാതെ എന്നാണ് പെയ്തതെന്ന് പറയുന്ന ഒരുത്തനെങ്കിലും ഉണ്ടാവും. കാരണം ഓന് ഇന്ന് വാർപ്പടക്കുക അല്ലെങ്കിൽ ഇന്ന് മഴ പെയ്യാൻ പറ്റാത്ത എന്തോന്നുണ്ടാകും. ഇന്നും കൂടിയാണ് പെയ്യാതിരുന്നാൽ മതിയാന്നു എന്നാൽ ഓൻ പറയാം. ഇഷ്ടമല്ലാത്തതായിരിക്കും, പക്ഷെ അള്ളാഹ് നടപ്പിലാക്കും. അള്ളാഹു നടപ്പിലാക്കൂല, പക്ഷെ അത് അള്ളാഹ്ക്ക് ഇഷ്ടമാകും. എല്ലാവരും നിസ്കരിക്കണമെന്നാകണം എന്നാ അള്ളാഹ്ക്ക് ഇഷ്ടം, നിസ്കരിക്കണമെന്നാകൂല, അള്ളാഹ് നടപ്പിലാക്കൂല, അത് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നതും
നടപ്പിലാക്കാത്തതും ഉണ്ടാകും, അള്ളാഹു നടപ്പിലാക്കുന്നതും എന്നാൽ അവന് ഇഷ്ടമില്ലാത്തതും ഉണ്ടാകും. നമുക്ക് ഇഷ്ടമില്ലാത്തത് മാത്രമല്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അവസ്ഥയും ഉണ്ടാകും. അതൊക്കെ വിശദമായി ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയാലേ ബാക്കി കിട്ടുള്ളൂ. ചോദ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്രേ നമുക്കത് അവിടെ പറയാൻ കഴിയുള്ളൂ. ഇൻഷാ അള്ളാഹ് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ പ്രത്യേകമായി സ്മരിക്കേണ്ട 4 സന്ദർഭം നമ്മൾ പറഞ്ഞിരുന്നു. ഖുർആനിലെ ഒരു ആയത്ത് കൂടിയാണത്. സൂറത്ത് ത്വാഹയിലെ 130-ാമത്തെ ആയത്താ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സമാധാനമായി വരുന്നില്ലേ? 5 ആയത്ത് കൂടി കഴിഞ്ഞാൽ ക്ലാസ് കഴിയുമെന്ന് അല്ലേ? ഇൻഷാ അള്ളാഹ് കഴിയും. 130-ാമത്തെ ആയത്തിൽ അള്ളാഹ് 4 സമയത്ത് അള്ളാഹിനെ പ്രത്യേകം ദിക്ർ ചൊല്ലണം എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ സുബഹി കഴിഞ്ഞിട്ട്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അസ്ർ കഴിഞ്ഞിട്ട്, രാത്രി പ്രത്യേകിച്ച് തഹജ്ജുദിൻ്റെ ഒക്കെ സമയം, പകലിലെ ചില നേരങ്ങൾ എന്ന് പറഞ്ഞാൽ ളുഹുറും അസ്റും. അപ്പോൾ 5 നേരത്തെ നിസ്കാരത്തിനുള്ള സംഗതിയായി 4 പ്രത്യേക സന്ദർഭങ്ങൾ അതിൽ പഠിപ്പിച്ചു. അദ്കാർ സ്വബാഹ് വൽ മസാഇൻ്റെ ഒക്കെ പ്രാധാന്യം നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പഠിപ്പിച്ചൊരു ദിക്ർ അവിടെ വരുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 തവണ ചൊല്ലിയാൽ കിട്ടുന്ന 4 നേട്ടങ്ങൾ. 100 നന്മ രേഖപ്പെടുത്തും, 100 തിന്മ മായ്ക്കപ്പെടും. ഇസ്മായിൽ സന്തതികളിൽ നിന്ന് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടും. അത് രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെയും പിശാചിൽ നിന്ന് സുരക്ഷ ലഭിക്കും. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ രാത്രിയിൽ അള്ളാഹുവിനെ സ്മരിക്കേണ്ട 3 സമയം കൊടുക്കുന്നുണ്ട്. ഉറങ്ങണതിന് മുമ്പ്, ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി ഉണർന്നാൽ, അതുപോലെ തന്നെ രാവിൻ്റെ 1/3 ബാക്കിയാകുന്ന തഹജ്ജുദിൻ്റെ സമയം എന്നതൊക്കെയാണ്. അത്റാഫുൻ നഹാർ അവിടെ പ്രത്യേകം കൊടുക്കുന്നുണ്ട്. സമ്പത്തിൻ്റെ വിഷയത്തിൽ ജനങ്ങൾ 4 തരമാണ്. പൈസ ഉണ്ട് പക്ഷേ ഇൽമില്ല. അപ്പോൾ എന്ത് ചെയ്തു? തോന്നിയതുപോലെ അങ്ങോട്ട് കാട്ടി. ഇൽമുണ്ട് പക്ഷെ പൈസ അല്ല, അപ്പോൾ നല്ല ജീവിതം നയിച്ചു, കിട്ടിയാൽ കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചു. ഇൽമുമില്ല പൈസയില്ല, പൈസ ഉള്ളവനെ കണ്ടിട്ട് ഇച്ചും കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നടന്ന്. ഇൽമുണ്ട് പൈസയുണ്ട്, അത് അള്ളാൻ്റെ മാർഗത്തിൽ അങ്ങനെ ചിലവഴിച്ചു. റസൂലുള്ള പറയാണ്, പണമുണ്ട് ഇൽമില്ല എങ്കിൽ അവൻ ധൂർത്തടിക്കും. പണവുമില്ല ഇൽമുമില്ല എങ്കിൽ ധൂർത്തടിക്കണം എന്ന് അവൻ ആഗ്രഹിച്ചിട്ട് ധൂർത്തടിക്കണവനെ പോലെ കുറ്റം വാങ്ങും. ഇൽമുണ്ട് സമ്പത്തുണ്ട്, അവൻ അള്ളാൻ്റെ മാർഗത്തിൽ ഇങ്ങനെ ചിലവഴിച്ചിട്ട് കൂലി വാങ്ങും. ഇൽമുണ്ട് സമ്പത്തില്ല, ഓന് ഉണ്ടെങ്കിൽ കൊടുക്കായിരുന്നല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് കൂലി വാങ്ങും. ഇങ്ങനൊരു ഹദീസ് വിശദമായി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. 2-3 ആയത്തുകളിൽ നിന്നും കൂടി ചോദ്യങ്ങൾ പറയാണ്ടത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ ഓരോ അക്ഷരവും ഓതുന്നതിന് കൂലിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നന്നായി പാരായണം ചെയ്യാനും ആശയങ്ങൾ മനസ്സിലാക്കാനും ജീവിതം ക്രമീകരിക്കാനും, അള്ളാൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഹും അഹുലുൽ ഖുർആൻ, അവർ ഖുർആൻ്റെ ആളുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ആളുകളിൽ ഉൾപ്പെടാനുള്ള ഒരു പ്രവർത്തനമായി ഇതിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരീക്ഷാർത്ഥികൾക്കൊക്കെ വിജയാശംസകൾ നേരെയാണ്. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, അള്ളാൻ്റെ ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. അള്ളാഹു സ്വീകരിക്കട്ടെ.